ഹലോ ഗായ്സ്, അപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് വേണ്ടി ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കുന്ന ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് എൻട്രൻസ് പ്രോഗ്രാമാണ് ജെഇ റിപ്പീറ്റേഴ്സ് 2027 എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെ ഏറ്റവും അനായാസം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമെന്നാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഒരു ബ്രൗസറിൽ ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ കാണുന്ന പോലെ ഫസ്റ്റ് സെർച്ച് റിസൾട്ടായി വന്നിരിക്കുന്നതിന് നമ്മുടെ ബ്രില്യൻ പാലയുടെ സൈറ്റിലേക്കുള്ള ലിങ്കാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇതാണ് നമ്മുടെ സൈറ്റിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ജസ്റ്റ് താഴേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ബോക്സസ് നമുക്ക് കാണാൻ സാധിക്കും. സ്ക്രീനിങ് ടെസ്റ്റ്, ക്രാഷ് കോഴ്സ്, ലോങ് ടേം ആൻഡ് ഫൈനലി റിപ്പീറ്റേഴ്സ് നീഡ് ജെ ഡിസൈൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നമുക്കായി ഒരുക്കിയിരിക്കുന്ന വിവിധ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം. അപ്പോൾ നമുക്ക് വേണ്ടത് റിപ്പീറ്റേഴ്സ് 2027 ജെഇ മെയിൻ എന്ന് കിടക്കുന്ന ആ ഒരു സെക്കൻഡ് ഓപ്ഷനാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റിപ്പീറ്റേഴ്സ് IIT ജെഇ അഡ്വാൻസ്ഡ് പ്രോഗ്രാമിൻ്റെ, അതായത് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷനിലേക്കുള്ള ലിങ്കും ഉണ്ട്. ഈ രണ്ട് പ്രൊസീജിയറും സെയിം ടു സെയിം ആണ്, അതായത് ജെഇ മെയിൻ്റെയും ജെഇ അഡ്വാൻസ്ഡിൻ്റെയും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ജെഇ മെയിൻ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ആ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ജെഇ മെയിൻ റിപ്പീറ്റർ പ്രോഗ്രാമിൻ്റെ എക്സ്ക്ലൂസീവ് പേജ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു പേജിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ബ്രോഷറൊക്കെ കാണാൻ സാധിക്കും. ആ ബ്രോഷറിൻ്റെ അകത്ത് ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ ടോപ്പ്. ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ ടോപ്പിലായിട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഗ്രീൻ ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പേജിലേക്കാണ്. സോ ഇൻ കേസ് നിങ്ങൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിന് മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമിന് മുൻപ് ചേർന്നിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ID അതുപോലെ പാസ്വേഡും കാണും. ഇവ രണ്ടും ഉപയോഗിച്ച് നിങ്ങൾക്ക് തിരിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൈറ്റിൽ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ ആ ലോഗിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ നീല ബോക്സിൻ്റെ തൊട്ട് താഴെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമ്മൾക്ക് കുറച്ചധികം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ആദ്യമേ തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, ആ പാസ്വേഡ് ഒന്നും കൂടെ കൺഫേം ചെയ്യുക. എല്ലാം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഐ എഗ്രി എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിൻ്റെ അവിടുത്തെ ആ ഒരു ബോക്സിലും ക്ലിക്ക് ചെയ്യുക. എല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. സോ എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഐ എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞ ഒരു ബോക്സ്. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ആ ഒരു ഫോൺ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിലിലേക്കും ഒരു OTP നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പേജിൽ ആ ഒരു OTP നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ യെസ് ഗായ്സ്, ആ ഒരു OTP നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ അങ്ങനെ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ആ മൈ കോഴ്സസ് എന്ന് പറഞ്ഞ ആ ഒരു സെക്കൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്കൊരു കാര്യം എൻ്റർ ചെയ്യാനുണ്ട്, അതായത് സെലക്ട് ക്ലാസ് സ്റ്റഡിങ്, അതായത് നമ്മുടെ കറണ്ട് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്നവർ നിങ്ങളുടെ 12th ക്ലാസ് പാസ്സായിട്ടുള്ളവരാണ്. സോ ആ ഒരു അവസാനത്തെ ഓപ്ഷനായ ഫോർ ക്ലാസ് 12th സ്റ്റഡിങ് ഓർ പാസ്ഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നമുക്ക് ഏതെല്ലാം കോഴ്സുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സോ ആ റിപ്പീറ്റേഴ്സ് 2027 എന്ന് പറയുന്ന അവസാനത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ വിവിധ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമുകൾ. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും റിപ്പീറ്റേഴ്സ് നീറ്റ് ഓഫ്ലൈൻ, നീറ്റ് ഓൺലൈൻ, അങ്ങനെ നിരവധി കോഴ്സുകളുണ്ട്. നമുക്ക് വേണ്ടത് റിപ്പീറ്റേഴ്സ് ജെഇ മെയിൻ ഓഫ്ലൈൻ ആണ്. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കണമെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് റിപ്പീറ്റേഴ്സ് 2027 ജെഇ മെയിൻ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ഏതാണ് എന്ന് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് റിപ്പീറ്റേഴ്സ് 2027 ജെഇ മെയിൻ ഓഫ്ലൈൻ കോഴ്സിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ അവിടെ അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ കേരളത്തിൽ 8 സെൻറ്ററുകളാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനുള്ളത്. ആ 8 സെൻറ്ററുകളിലും നമുക്ക് ഈ ഒരു ജെഇ മെയിൻ പ്രോഗ്രാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയ്ക്കൽ, കോഴിക്കോട്, പാല, തൃശ്ശൂർ, തിരുവനന്തപുരം, അങ്ങനെ നിരവധി സെൻറ്ററുകളുണ്ട്. ഞാനിവിടെ പാല എന്ന് പറഞ്ഞ സെൻറ്ററാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തതായി സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ അവിടെ ജൂൺ 2026 എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് ഹോസ്റ്റൽ റിക്വയർഡ് യെസ് അല്ലെങ്കിൽ ഡേ സ്കോളർ എന്നാണ്. അതായത് നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു യെസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. അതല്ല നിങ്ങൾ ഡേ സ്കോളർ ആയിട്ട് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഹോസ്റ്റൽ റിക്വയർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. അതും ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയുള്ള റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
സോ ആ ഒരു റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നമുക്ക് ആദ്യം എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതിനുശേഷം നമ്മുടെ കാറ്റഗറി എൻ്റർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് 12ലെ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാനുണ്ട്. ഓക്കെ, എൻ്റർ ക്ലാസ് 12 ഡീറ്റെയിൽസിന് ഇവിടെ സെലക്ട് സ്ട്രീം എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും HSE, CBSE, ISC ഓർ അതേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ CBSE ആണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. CBSE എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് മറ്റൊരു കോളം കൂടെ ആഡ് ആയിരിക്കുകയാണ്. അത് നമ്മുടെ 10th ക്ലാസ്സിലെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക എന്നുള്ളത്. അവിടെയും സെലക്ട് സ്ട്രീം എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് CBSE, SSLC അല്ലെങ്കിൽ THSLC, അതല്ലെങ്കിൽ ICSE അല്ലെങ്കിൽ അതേഴ്സ്. ഇവിടെയും CBSE എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 10th ക്ലാസ്സിലെ സ്ട്രീം സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് 10th ക്ലാസ്സിലെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് കൊടുക്കേണ്ടത് ഇയർ ഓഫ് പാസിംഗ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ 10th ക്ലാസ് ക്ലിയർ ചെയ്ത വർഷം. അടുത്തത് സെലക്ട് സ്റ്റാറ്റസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാസ്റ്റ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് അടുത്തതായി എൻ്റർ ക്ലാസ് 10th മാർക്ക് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സയൻസ്, മാത്സ് വിഷയങ്ങളുടെ സ്കോറാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ 10th ക്ലാസ്സിലെ മാർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ആ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ കറക്റ്റ് ആണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ് നമ്മുടെ സൈറ്റ് നമുക്ക് തന്നിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെഫ്റ്റ് ടോപ്പിലായിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാം കറക്റ്റ് ആണ് എങ്കിൽ അവിടെ കൺഫേം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ കൺഫേം പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇതാണ് നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള പേജ്. ഇവിടെ നമുക്ക് കുറേയധികം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണ് എങ്കിൽ നമ്മുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, category, father's name, father's occupation, mother's name, mother's occupation, father's phone number, mother's phone number, name of school last studied or studying, communication, email. ഇത്രയും സാധനങ്ങളാണ് സ്ക്രീനിൻ്റെ ഇടതുവശത്തുള്ളത്. വലതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് നമ്മുടെ ഹൗസ് ഓർ അപ്പാർട്ട്മെൻറ്റ് നെയിം, പ്ലേസ് ഓർ സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻ കോഡ് ആൻഡ് ഫൈനലി കൺട്രി. ഓക്കെ, തീർന്നിട്ടില്ല. സ്ക്രീനിൻ്റെ ലെഫ്റ്റ് ടോപ്പിലായിട്ട് നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്ചറും കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാൻഡിഡ് ആയിട്ടുള്ള സെൽഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ഫോമലായിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ പിക്ചറിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് ആ ഒരു ഫോട്ടോയും അപ്ലോഡ് ചെയ്തതിന് ശേഷം വരാം. സോ യെസ്, നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എൻ്റർ ചെയ്തു. ഒരു പ്രൊഫൈൽ പിക്ചർ നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫിനിഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ എൻ്റർ ചെയ്തു. ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് മേക്ക് പേയ്മെൻറ്റ് അതല്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുള്ള പേജിലേക്കാണ്. അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 രീതിയിൽ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് 1 ടൈം പേയ്മെൻ്റ് ആയിട്ട്, അതായത് ആദ്യമേ തന്നെ ഫുൾ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചാർജസ് മാത്രം ഇപ്പോൾ പേ ചെയ്ത് പിന്നീട് ബാക്കിയുള്ള ഫീസ് പേ ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ മൂന്നാമതൊരു ഓപ്ഷനും കൂടി ഉണ്ട്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ പേയ്മെൻറ്റ് നടത്തുന്നതിനായിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തേതാണ് പേ ഓൺലൈൻ, രണ്ടാമത്തേത് പേ വിയ ബാങ്ക് ചെല്ലാൻ എന്നുള്ളത്. അപ്പോൾ പേ ഓൺലൈൻ ഓഫ് കോഴ്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ എല്ലാവരും തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്നവരാണ്. ആ മെത്തേഡ്സ് ഒക്കെ തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെയും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇനി ബാങ്ക് ചെല്ലാൻ വഴി ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു ചെല്ലാൻ ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ഫോമിൽ ഫില്ല് ചെയ്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ ചെന്ന് ഓഫ്ലൈൻ ആയിട്ട് തന്നെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് നടത്തുന്നതോടുകൂടി നിങ്ങൾ നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ JMain റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് ചേർന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ 2025-ലെ 2024-ലെ ഒക്കെ JMain റിസൾട്ട് നോക്കിയാൽ കേരള ടോപ്പേഴ്സ് എല്ലാവരും തന്നെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലായിരുന്നു. അപ്പോൾ അവർക്ക് ലഭിച്ച അതേ എൻട്രൻസ് കോച്ചിങ്, അവരെ ആ ഒരു വിജയത്തിലേക്ക് നയിച്ച അതേ എൻട്രൻസ് കോച്ചിങ് തന്നെയാണ് നിങ്ങൾക്കും ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ 2027 JMain ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഏറ്റവും മികച്ച ഒരു എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാം തന്നെയാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ JMain റിപ്പീറ്റേഴ്സ് 2027 പ്രോഗ്രാം. അപ്പോൾ കോഴ്സിൽ ചേരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. Brilliant Study Center.
India's #1 coaching center for NEET and JEE.